ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വസ്തു അല്ലെ ഒരു കാര്യം പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ വെച്ചാൽ ശത്രു ശല്യം ഉണ്ടാകുകയില്ല. എന്ന് വെച്ചാൽ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു പ്രശ്നങ്ങളോ വഴക്കുകളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കും ചെയ്യാം, നല്ല കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഏതൊരാളുടെയും ജീവിതം മാറുന്ന കാര്യമാണ്. ചെയ്തു നോക്കുക. ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലിടുക. അപ്പം വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വാട്സപ്പിൽ ഇടുക. എന്നിട്ട് ഞാൻ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്ന മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച്, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്, ഫ്രീ ആകുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇത് നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് സാഹചര്യം. എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. പേഴ്സിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ ഈ പറയുന്ന ഒരു വസ്തു വെച്ചാൽ ശത്രു ശല്യമേ ഉണ്ടാവുകയില്ല. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവവും ഉണ്ടാകത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. നല്ല കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാം ശിവഭാഗത്തിൽ തന്നെ സമർപ്പിക്കുന്നു. ശിവോഹം ശിവശിവ. വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പേഴ്സിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം. അത് പേഴ്സിലാണെങ്കിലും പോക്കറ്റിലാണെങ്കിലും നമ്മളുടെ ഇടത് പോക്കറ്റിൽ അല്ലെങ്കിൽ പേഴ്സിൽ വെച്ചാൽ പോലും ശരീരത്തിൻ്റെ ഇടത് സൈഡുള്ള പോക്കറ്റ് വേണം പേഴ്സ് വെക്കാൻ. ഇനി അതല്ല, പോക്കറ്റിലാണേലും വെക്കാം. അത് ഇടത് കൈയുടെ സൈഡിലുള്ള പോക്കറ്റ് വേണം വെക്കാൻ. അതായത് പോക്കറ്റിൽ മാത്രമായിട്ട് വെക്കാം, പേഴ്സിനകത്ത് വെച്ചിട്ട് പോക്കറ്റിൽ വെക്കാം. എങ്ങനെയാണെങ്കിലും ഈ വസ്തു ഈ കാര്യം വെച്ചാൽ പറയുന്ന രീതി വെച്ചാൽ ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ എന്ന് വെച്ചാൽ വെച്ചാൽ ഉടനെ ശല്യം മാറുമെന്നല്ല അർത്ഥം. പതുക്കെ മാറിക്കോളൂ. നിങ്ങളതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അത് പതുക്കെ നിങ്ങളുടെ ശത്രു ആരാണ് അവരിൽ നിന്നുള്ള ശല്യങ്ങൾ പതുക്കെ നിങ്ങളിലേക്ക് പിന്നെ വരത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്നുകിൽ പോക്കറ്റിൽ വയ്ക്കുക, അല്ലെങ്കിൽ പേഴ്സിൽ വയ്ക്കുക. എങ്ങനെ വെച്ചാലും കൊള്ളാം. ഇടത് കൈയുടെ സൈഡിലുള്ള പോക്കറ്റിലാണ് വെക്കേണ്ടത്. പോക്കറ്റിൽ തന്നെ വെച്ചാലും ഇനി പേഴ്സിനകത്ത് വെച്ചാലും ഇടത് പോക്കറ്റിൽ വേണം പേഴ്സിനകത്ത് വെക്കാൻ. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ ഇപ്പം ചുരിദാറൊക്കെ ഇടുന്നവർക്ക് ഇടത് സൈഡിലുള്ള ചുരിദാറിൻ്റെ പോക്കറ്റ് ഉണ്ട്, അതിനകത്ത് ഇടാം. പുരുഷന്മാർക്ക് പിന്നെ പാൻറ്റാണെങ്കിൽ ഇടത് സൈഡിലെ പോക്കറ്റ് ഇടുക. ഇനി ഷർട്ടാണെങ്കിലും ഇടത് സൈഡിലെ പോക്കറ്റ് ഇടുക. കൂടുതലും പാൻറ്റ് അതല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ പാൻറ്റ് അതുപോലുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ചുരിദാറൊക്കെ ധരിക്കുമ്പോൾ അവർ ഇടത് സൈഡിൽ പോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി പേഴ്സ് ഉണ്ടാണെങ്കിൽ പേഴ്സിനകത്ത് വെച്ച് ഇടത് കൈയുടെ ഭാഗത്ത് പേഴ്സ് വെക്കുന്നത് നല്ലതാണ് സ്ത്രീകൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് വെക്കേണ്ടത്? അയ്യപ്പസ്വാമിയുടെ ഒരു ലോക്കറ്റ്. അത് ഞാൻ പറയുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന ജപിച്ചിട്ട് വേണം വയ്ക്കാൻ. വെറുതെ വെച്ചാൽ ബലം ഉണ്ടാകത്തില്ല. അയ്യപ്പസ്വാമിയുടെ ഒരു ലോക്കറ്റ്. അത് എങ്ങനത്തെ ലോക്കറ്റാണ്? പുലിപ്പുറത്തിരിക്കുന്നതല്ല, പുലിപ്പുറത്തല്ലാതിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ചിത്രമുള്ള ഒരു ലോക്കറ്റ്. പുലിപ്പുറത്തല്ലാതിരിക്കുന്ന പടം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മേളിലുണ്ട്, താണ്ടാ മേളിൽ പുലിപ്പുറത്തല്ലാതിരിക്കുന്നത്. എനിക്ക് വ്യക്തമായെന്ന് തോന്നുന്നില്ല, അതിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഇതുകൊണ്ട് ഇങ്ങനത്തെ പുലിപ്പുറത്തല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടല്ലോ, ആർക്കും സംശയമില്ലല്ലോ. ഇതിൻ്റെ ലോക്കറ്റ്, ഈ ഫോട്ടോയുടെ ലോക്കറ്റ്, അതായത് പുലിപ്പുറത്തിരിക്കുന്ന വേണ്ട. അപ്പം ഇങ്ങനെ ഒരു ലോക്കറ്റ്. പക്ഷേ ഇതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ടാണ് പുലിപ്പുറത്തിരിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. പുലിപ്പുറം എന്ന് പറഞ്ഞാൽ പുലി ചലിക്കുന്നതാണ്. പുലിപ്പുറത്ത് അല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ ആ ഒരു ഇരിപ്പാണ്. അതാർക്കും ആ ഇരിപ്പിലിരിക്കുന്ന അയ്യപ്പസ്വാമി യോഗ സമാധിയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ശക്തിയാണ്, ധ്യാനത്തിലാണ്.
അതുകൊണ്ടാണ് പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ഈ ഇരിപ്പിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. എന്നിട്ട് ഈ കൈ കണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ മുദ്ര കണ്ടോ, ഇത് ശത്രുദോഷത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു രഹസ്യ മുദ്രയാണ്, ഒരു ഇതാണ്. ഏത് ശത്രുദോഷത്തെയും തട്ടി മാറ്റും. കണ്ടല്ലോ ആ കൈ ഇരിക്കുന്ന കണ്ടോ, അതൊരു പ്രത്യേക മുദ്രയാണ്. അതൊരു അയ്യപ്പ രഹസ്യമാണത്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ അയ്യപ്പസ്വാമിയുടെ ഒരു ലോക്കറ്റ് ഇടത് കൈയിൽ പിടിച്ച് എന്ത് പ്രാർത്ഥിക്കണം? ചുരുട്ടിപ്പിടിച്ച് ശബരിമലയിൽ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമി, ആദ്യം നിങ്ങൾക്ക് വേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് എപ്പോഴും ഒരു ശല്യമാണ്. അതാരും ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനായിക്കോട്ടെ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നിങ്ങളെപ്പോഴും ശല്യം ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഭരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു. അങ്ങനെയുള്ള നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ഉപദ്രവം വരരുത്, നമ്മളെ ഇദ്ദേഹത്തിന് ശല്യങ്ങളൊന്നും വരരുത്. സപ്പോസ് ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇത് പല കാര്യത്തിനും ചെയ്യാം, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളോട് ഒരു കാര്യം എപ്പോഴും പറയുന്നു, ആ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടുകാരെപ്പോഴും പറയുന്നു, നിങ്ങളോട് ഏതെങ്കിലും ഒരു കാര്യം പറയുന്നു. ഇപ്പോൾ ഒരു കല്യാണക്കാരിയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്കത് വേണ്ട. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് പല കാര്യത്തിനും ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്നു, ആ കാര്യം നടത്താൻ വേണ്ടി ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം തടസ്സപ്പെട്ട് നിൽക്കണമെങ്കിൽ അത് പറഞ്ഞ് ചെയ്യാം. ചിലർക്കൊരു പ്രമോഷൻ, അത് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്കാണ്, അപ്പോൾ അതൊന്ന് തടഞ്ഞു നിർത്തണം, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഒരു കാര്യം നടക്കണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ലോൺ പാസ്സായി കിട്ടണം, അതിനുവേണ്ടി ചെയ്യാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കലഹവും വഴക്കും ബഹളമാണ്, അപ്പോൾ ആ കലഹവും വഴക്കും ബഹളവും മാറ്റി ഐശ്വര്യം ഉണ്ടാക്കി തരണം, ഐക്യം ഉണ്ടാക്കണം, അതിനു വേണ്ടി ചെയ്യാം. നിങ്ങളുടെ ഒരു കച്ചവട സ്ഥാപനമുണ്ട്, അവിടെ കച്ചവടമില്ല, കച്ചവടം വരാൻ വേണ്ടി ചെയ്യാം. നിങ്ങളൊരു അഡ്വക്കേറ്റാണ്, നിങ്ങൾ വാദിക്കുന്ന കേസുകളിൽ നിങ്ങൾക്ക് വിജയിക്കണം. ന്യായവും സത്യസന്ധവുമായ കാര്യങ്ങൾക്കേ ചെയ്യാവുള്ളൂ. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. സത്യം എന്ന് പറഞ്ഞ ഒരു ഈശ്വരൻ്റെ മുന്നിൽ ഒരു സത്യമുണ്ട്. നമ്മളിപ്പം ജോലി ചെയ്യാൻ മാത്രമല്ല, നമുക്ക് സത്യത്തെ മുറുകെ പിടിക്കണം. അപ്പം നിങ്ങൾ ന്യായവും സത്യസന്ധമായ ഒരു കേസ് നിങ്ങൾക്ക് ജയിക്കണം, ഒരു നിരപരാധിയെ രക്ഷിക്കണം. അല്ലേ നിങ്ങളിപ്പം അങ്ങനെയുള്ളപ്പം ഈ വിദ്യ ചെയ്യാം, അയ്യപ്പസ്വാമിയുടെ വിദ്യ ചെയ്യാം. ഇനി നിങ്ങളൊരു ഡോക്ടറാണ്, ഇപ്പം നിങ്ങൾക്ക് രോഗികൾക്ക് നിങ്ങൾ ചികിത്സിക്കുന്ന രോഗികൾക്കൊക്കെ നല്ല ഒരു ആരോഗ്യപരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഫലിക്കണം, നിങ്ങൾ കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം ഫലിക്കണം, അതിനുവേണ്ടി ചെയ്യും. നിങ്ങളൊരു ഒരു കടയിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾ നിൽക്കുന്ന കടയിലേക്ക് കച്ചവടം വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ വരണം, അതിനുവേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ സാമ്പത്തിക വരുമാനം വേണം, അതിനുവേണ്ടി ചെയ്യാം. എന്ന് വേണ്ട ഒരു തടസ്സപ്പെട്ട ലോൺ പാസ്സാകാൻ വേണ്ടി ചെയ്യാം. ഇങ്ങനെ ഏത് കാര്യത്തിനും ചെയ്യാം. അതൊരു കാര്യം നടക്കാനും തടസ്സപ്പെടുത്താനും നിങ്ങൾ എന്താ പറയുന്നത് ആ രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിൽ പറയുക, വ്യക്തമായിട്ട് പറയണം. ഇന്ന കാര്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇന്നൊരു വിവാഹാലോചന വന്നു, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടമല്ല, എല്ലാവരും നിർബന്ധിക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് നടക്കണ്ട എന്ന് പറയുക. വ്യക്തമായിട്ട് മനസ്സിൽ പറയണം, ഇന്ന വിവാഹം എനിക്ക് വേണ്ട. ഇനി അതല്ല, എനിക്കൊരു ജോലി പ്രൊമോഷനാണ്, അതും എനിക്ക് പ്രൊമോഷൻ വേണം. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളിൽ നിന്ന് എപ്പോഴും എനിക്ക് ശല്യമാണ്, എനിക്ക് സമ്മാനം തരുന്നില്ല, അയാളിൽ നിന്ന് ഒരു ശല്യം ഇനി ഉണ്ടാകരുത്. നമ്മൾ അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ അയാൾക്ക് വേറെ ദോഷം വരണമെന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മളോട് അയാൾ ശല്യം വഴക്കിന് വരരുത്, അത്രേ ഉള്ളൂ. ഒരു ശല്യം ഉണ്ടാകരുത്. അങ്ങനെ എന്ത് കാര്യത്തിനും വേണ്ടി എന്ന് ചെയ്ത പറഞ്ഞാൽ പെട്ടെന്ന് മാറ്റം വരുമെന്നല്ല, പതുക്കെ മാറ്റം വന്നോളൂ. അതിൻ്റെ അകത്ത് നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, പതുക്കെ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. ഇങ്ങനെ ഏതൊരു കാര്യം, ഒറ്റ കാര്യം മനസ്സിൽ പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങളുടെ ഇടത് കൈയിൽ ഈ അയ്യപ്പസ്വാമിയുടെ ലോക്കറ്റ് ചുരുട്ടിപ്പിടിച്ചിട്ട്, അയ്യപ്പൻ ഇരിക്കുന്നതായിരിക്കണം, പുലിപ്പുറത്തിരിക്കുന്ന ആകരുത്, പറയുന്നത് വ്യക്തമായിട്ട് ആകണം. എന്നിട്ട് ചുരുട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ട് ഇടത് കൈ ചുരുട്ടിപ്പിടിക്കണം. പിന്നെ നോക്കരുത്. ഒരു കാര്യം മനസ്സിൽ പറയും, ഒറ്റ കാര്യം വ്യക്തമായിട്ട് മനസ്സിൽ പറയണം. ഒന്നും പറയരുത്, സംശയത്തിൽ പറയരുത്, ഒരു കാര്യമില്ല. ക്ലിയറായിട്ട് ഒറ്റ കാര്യം ഉറച്ച മനസ്സോടെ മനസ്സിൽ പറയണം. ഇന്ന കാര്യം എനിക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് നടത്തി തരണം എന്നങ്ങ് ഉറച്ചു പറയണം മനസ്സിൽ.
അല്ല അവിടെ തേക്കം വരരുത്. നടക്കുവോ ആവുമോ പറഞ്ഞാൽ ആവുമോ പോലെ ഇരിക്കും. ഒരു ഉറച്ച മനസ്സോടു കൂടി പറയണം. ഒരു തവണ പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ വാഗൊണ്ട് ഇങ്ങനെ പറയുക, ശബരിമലയിൽ കുടികൊണ്ട അയ്യപ്പസ്വാമി എനിക്ക് തുണയായി വന്ന് കാര്യസാധ്യം ചെയ്യണേ എന്ന് പറഞ്ഞ് അത് വാഗൊണ്ട് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് ഈ ലോക്കറ്റ് കൈകൊണ്ട് നോക്കാതെ തന്നെ നിങ്ങളുടെ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റ് വെക്കുക. പിന്നെ നോക്കണ്ട. പാൻറ്റ് മാറുമ്പോഴാണേലും പിന്നെ ഇത് എടുത്തിട്ട് നോക്കാതെ തന്നെ അങ്ങ് വെച്ചാൽ മതി. വേറെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണേലും എപ്പോഴും ഇത് പോക്കറ്റ് ഇരുന്നോട്ടെ. ഇത് ആരോടും പറയരുത്. മനസ്സിലായോ? ഇതാരോടും പറയരുത്. നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം ആരോടും പറയരുത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ പാൻറ്റ് വേറെ പാൻറ്റ് ഇടുമ്പോൾ നനയ്ക്കാനൊക്കെ ഇതെടുക്കുമ്പോൾ ഇതെടുത്ത് മാറ്റി വേറെ പുതിയ പാൻറ്റിൻ്റെ പോക്കറ്റിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചോണം. അത് മാറ്റി വെക്കുമ്പോൾ ഇപ്പം പാൻറ്റിൻ്റെ പോക്കറ്റിൽ അല്ലാതെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ചില ഇതുപോലെയാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡപ്പിക്കകത്തിട്ട് വെക്കണം. നോക്കരുത്. പിന്നെ ഇത് കണ്ണുകൊണ്ട് നോക്കരുത്. പിന്നെ പുതിയ പാൻറ്റിൻ്റെ ഇതിൽ വെക്കുമ്പോഴും കണ്ണുകൊണ്ട് നോക്കാതെ ഇടത് കൈ കൊണ്ട് എടുത്ത് വെക്കണം. പിന്നെ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ആദ്യത്തെ ഒറ്റ തവണ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പാൻറ്റിൻ്റെ ഇടത് പോക്കറ്റ് അത് ഇരിക്കട്ടെ. അത് ക്രമേണ വർക്ക് ചെയ്തോളൂ. പെട്ടെന്ന് ഇന്നോ നാളെ ചെയ്താൽ ഫലം വരണമെന്നില്ല. പക്ഷേ ഫലം വരും. നിങ്ങൾ ശരിയായ വിശ്വാസത്തിലാണ് ചെയ്തെങ്കിൽ അത് ക്രമേണ അത് ഫലമായിക്കൊള്ളും. കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ ചിലർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ പല കാര്യങ്ങളും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞു. അല്ല വെറുതെ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞായിരുന്നു. മനസ്സിലായി? അപ്പോൾ ആ കറക്റ്റ് വഴിയാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ പോക്കറ്റ് വെക്കാം. സ്ത്രീകളാണെങ്കിൽ അവർക്ക് ചുരിദാറാണെങ്കിൽ ഇടത് ഭാഗത്തെ ചുരിദാറിൻ്റെ പോക്കറ്റ് വയ്ക്കുക. അങ്ങനെ പോക്കറ്റ് വെക്കുക. ഇനി പേഴ്സിലാണ് വെക്കുന്നെങ്കിൽ നിങ്ങളൊരു പേഴ്സ് എടുത്തിട്ട് ആ പേഴ്സിലെ ഒരു കള്ളി അല്ലെങ്കിൽ ഒരു കള്ളി ഈ സിബ് കൊണ്ട് അടയ്ക്കുന്ന കള്ളിക്കകത്ത് വെക്കണം. തുറന്ന കള്ളിക്കകത്ത് വെക്കരുത്. എന്നിട്ട് സിബ് അങ്ങ് ഇട്ടേക്കണം. പേഴ്സിന് അങ്ങനെ ഒരു കള്ളി കാണുമല്ലോ. അതിൻ്റെ അത് വേറൊന്നും വെക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുക. അങ്ങനെ പേഴ്സ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഇടത് ഭാഗത്ത് വേണം ഇത് പേഴ്സാണേലും വെക്കേണ്ടത്. അല്ലെ പോക്കറ്റ് വെച്ചാൽ ഇടത് ഭാഗത്ത് വേണം ഇത് വെക്കാൻ. ഇത് ഇരുന്നോട്ടെ. വേറെ തുണി വേറെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴും അവിടെയും വെക്കാം. ഇനി ഡ്രസ്സ് നനയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേന് നമ്മൾ അതിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡപ്പിക്കകത്തോട്ട് മാറ്റിയാൽ മതി. അതും നമ്മൾ കൈ കൊണ്ടെടുത്ത് കണ്ണുകൊണ്ട് നോക്കാതെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടത് കൈ കൊണ്ട് വെക്കണം. പിന്നെ പുതിയ പാൻറ്റ് അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഇത് ഇടത് കൈ കൊണ്ട് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ എടുത്ത് ഇടത് പോക്കറ്റിൽ വെക്കുക. പിന്നെ ഒന്നും ചിന്തിക്കണ്ട. ഇതിങ്ങനെ നിരന്തരം നിങ്ങളുടെ പോക്കറ്റിൽ കിടന്നോട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് കാര്യവും തടസ്സപ്പെടുത്തേണ്ട കാര്യത്തെ തടസ്സപ്പെടുത്തുക. നിങ്ങളുടെ ശല്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർ ഇങ്ങോട്ട് ശല്യമായിട്ട് വരത്തില്ല. അവരവരുടെ മര്യാദയ്ക്ക് പോകുള്ളൂ. ചിലപ്പോൾ ഇന്ന് ചെയ്താൽ നാളെ ഫലം ഉണ്ടാകുമെന്നല്ല എൻ്റെ അർത്ഥം. പതുക്കെ അത് ശരിയായിക്കോളും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആർക്കും ദോഷകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളോടുള്ള അവരുടെ അഭ്യാസം നടക്കത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കാരും ദോഷം വരുന്ന കാര്യങ്ങൾ പറയത്തില്ല. നമ്മളെ അവർ ശല്യം ചെയ്യത്തില്ല, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളെ ശല്യം ചെയ്യുന്ന ആ സ്വഭാവം ഒന്ന് മാറും. അവരവരുടെ വഴിക്ക് പൊക്കോളും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഏത് കാര്യത്തിന് വേണ്ടി ഇത് ചെയ്യാമെന്നുള്ളതാണ്. ഇതൊരു രഹസ്യവിദ്യയാണ്. നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദാനധർമ്മങ്ങളോ ഒക്കെ ചെയ്യാം. നല്ല അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമുള്ളവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നതല്ലേ. ശനിയാഴ്ച അയ്യപ്പന് ഒരു പായസ നിവേദ്യമൊക്കെ കൊടുക്കാം. ഇനി ഇത് ചെയ്തില്ലേലും ഈ കാര്യം ഇങ്ങനെ മാത്രം ചെയ്താലും ഫലം ലഭിക്കും. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റുന്നവർ ഇതിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോയി അയ്യപ്പസ്വാമിക്ക് ശനിയാഴ്ച ഒരു പായസ നിവേദ്യം കൊടുക്കുക. പറ്റാത്തവർ ചെയ്യണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ക്ഷേത്രത്തിൽ പോകണമെന്നില്ല. എല്ലാവർക്കും പോകാൻ പറ്റിയ അതും കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്കും ഇത് ഫലം കിട്ടിക്കോളും. ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്, അത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഞാൻ ചിലർക്ക് ഇങ്ങനെ ഇതല്ല പല കാര്യങ്ങളും ചിലർക്ക് ചിലപ്പം ചിലത് വേണ്ടെന്നായിരിക്കും. ചില കാര്യങ്ങൾ ആയിക്കോട്ടെ, ന്യായമായിട്ടുള്ള കാര്യം, സത്യസന്ധമായുള്ള കാര്യത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. ന്യായമായ സത്യസന്ധമായ മറ്റൊരുത്തർക്ക് ദോഷം വരാത്ത കാര്യങ്ങൾക്ക് എന്നുവെച്ചാൽ നമ്മുടെ കാര്യത്തിന് നമ്മുടെ ന്യായമായ സത്യസന്ധമായ കാര്യം സാധിക്കുകയും ചെയ്യണം, മറ്റൊരാൾക്ക് ദോഷവും വരരുത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഏതൊരു കാര്യത്തിനും ചെയ്യാം. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു വാക്ക് പറഞ്ഞു, അയ്യപ്പൻ എന്ന് എടുത്തു പറഞ്ഞു. അയ്യപ്പൻ തന്നെ പറയണം. ശബരിമലയിൽ കുടികൊള്ളുന്ന അയ്യപ്പൻ തന്നെ പറയണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അയ്യപ്പൻ മലദൈവമാണ്.
ശ്രദ്ധിച്ച് കേട്ടോണം, മലദൈവമാണ് അയ്യപ്പൻ. മലദൈവങ്ങൾക്ക് വളരെ ശക്തി കൂടുതലാണ്, അതൊരു രഹസ്യമാണ്. അതുപോലെ മുരുകനും ആ വലിയൊരു മലയിലാണ് വസിക്കുന്നത്, പളനിയിൽ. അദ്ദേഹത്തിനും പവർ കൂടുതലാണ്. മലദൈവങ്ങൾക്ക് ശക്തി, മലയിൽ വസിക്കുന്ന ഇപ്പം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ കുടികൊള്ളുന്ന അയ്യപ്പൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ അയ്യപ്പന് ശക്തി കൂടുതലാണ്, മലദൈവമാണ്. അത് ഭയങ്കര പവറാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയൊന്നും അല്ല, അതിനൊക്കെ അപ്പുറമാണ്. പക്ഷെ അദ്ദേഹത്തെ വിളിക്കേണ്ട രീതി വിളിക്കണം. അതിനൊരു മെത്തേഡുണ്ട് ചെയ്യേണ്ട കാര്യത്തിന്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അത് ഫലമായിട്ട് വരുന്നത്. പല ബിസിനസ് സ്ഥാപനങ്ങളിലും അയ്യപ്പൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞ് വെക്കാറുണ്ട്. അവരൊക്കെ പൊട്ടിപ്പോകുന്നില്ല, അവരെല്ലാം നല്ല രീതിയിൽ വരും, വിശ്വാസത്തോടെ ചെയ്യുന്നവർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഈ കാര്യം ചെയ്യാം. ഇതുപോലെ ലോക്കറ്റ് എടുത്ത് വീട്ടിലെ കലഹങ്ങൾ മാറാൻ, ഈ വീട്ടിൽ ദുരാത്മാക്കൾ അല്ലെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കലഹവും പഴക്കമൊക്കെ. കാരണം പലരും വീട് തൂങ്ങിച്ചത്ത ആത്മാക്കളെ അങ്ങനെ ഇത്രയൊക്കെ പല പല വീടുകളല്ലേ, പല പല കാര്യങ്ങളല്ലേ ഒക്കെ ഉണ്ടെങ്കിലും അയ്യപ്പൻ്റെ ഈ ലോക്കറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും അലമാരിയുടെ ഡ്രോയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡെപ്പിക്കകത്ത് കണ്ണുകൊണ്ട് നോക്കാതെ ഇട്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളും ആ വീട്ടിൽ ഉണ്ടാകത്തില്ല. ഏത് ദുരാത്മാക്കളോ ദുർബാധയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ, പെടുമരണങ്ങളൊക്കെ ഉണ്ടായ വീടുകളുണ്ട്, തൂങ്ങിച്ചതുമൊക്കെ, അതൊക്കെ അങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കുള്ളൂ. അയ്യപ്പൻ്റെ അടുത്തൊന്നും പിടിച്ചു വയ്ക്കത്തില്ല. കാരണം അയ്യപ്പനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അയ്യപ്പൻ ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവറാണ്. അദ്ദേഹം ഇങ്ങനെ വെച്ചിരിക്കുന്നത് സർവ്വ ശത്രുദോഷങ്ങളെ അടിച്ചു കളയും. അയ്യപ്പൻ, ശബരിമല അയ്യപ്പനെ കുറിച്ച് ഞാൻ പറയുന്നത്. അയ്യപ്പൻ അതായത് അവതാരമെടുത്ത ശബരിമല അയ്യപ്പനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം മലദൈവമാണ്, അപാര ശക്തിയാണ്, എതിരില്ല. അയ്യപ്പനെ അറിയണം, അതാണ് അതിൻ്റെ രഹസ്യം. ഇത് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ കടയിൽ കച്ചവടമില്ല, നിങ്ങളുടെ കടയ്ക്ക് ഭയങ്കര കണ്ണുദോഷമാണ്. ഇങ്ങനെ ഒരു ഈ ലോക്കറ്റിനകത്ത് ഈ വിദ്യ ചെയ്ത് ഇതുപോലെ ഒരു ഡെപ്പിക്കകത്തോ വല്ലതും ക്യാഷ് ട്രോയ്ക്കകത്ത് ഇട്ടാൽ മതി. തുറന്ന് നോക്കണ്ട, പിന്നെ അവിടെ ഇരുന്നോട്ട് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ, അയ്യപ്പ ക്ഷേത്രത്തിലെ ശനിയാഴ്ച രാവിലെ അയ്യപ്പനൊരു ഇഷ്ട നിവേദ്യമായിട്ടുള്ള പായസം, ഇതൊക്കെ കൊടുക്കുന്ന നന്നായിരിക്കും. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ഇത് മാത്രം ചെയ്താലും ഫലം ഉണ്ടാകും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, നന്നായിരിക്കും. കാരണം നമുക്കൊരു ഉയർച്ച വരുമ്പോൾ ആ ദേവനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് സാമാന്യമായ നമ്മുടെ ഒരു മര്യാദ, അല്ലെങ്കിൽ ഒരു നന്ദി. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് കൂടുതൽ നന്നായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞതിനുള്ള ആവശ്യം പോലെ ചെയ്യുക. അല്ലാതെ ഈ വിദ്യ തന്നെ ചെയ്താലും ഫലം ഉണ്ടാകും കേട്ടോ. അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും, തടസ്സങ്ങൾ മാറും. ഇത് ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം, നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കട്ടെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് പതുക്കെ വർക്കൗട്ട് ആയിക്കോളും. ഇപ്പോൾ ഇന്ന് ചെയ്താൽ നാളെ ഫലമാകുമെന്ന് വിചാരിക്കരുത്. പതുക്കെ ഇത് ഫലമായിക്കോളും. നിങ്ങൾ ആ വിഷയം ചിന്തിക്കാനേ പോകണ്ട. പിന്നെ ഓരോ പുതിയ വസ്ത്രം ഇടുമ്പോഴും അതിൻ്റെ പോക്കറ്റിലേക്ക് ഇത് മാറ്റിയാക്കണം. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ, പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതുകൂടെ ഓർത്തു. രഹസ്യമായിരിക്കണം. അങ്ങനെ ചില കാര്യമുണ്ട്. ലോകത്താരും പറഞ്ഞു തരാത്തൊരു കാര്യം ഇനിയും പറഞ്ഞുതരാൻ പോകുന്നു. നമ്മൾ എപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്, സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഉല്ലാസത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതം അന്തോടുകൂടി മാറി. എന്താണെന്നറിയോ? കുറച്ചു നേരം മൗനമായിട്ടിരിക്കണം. നിശബ്ദമായിട്ടിരിക്കുന്നത് മാത്രം പോരാ. ആ നിശബ്ദതയെ കണ്ണ് തുറന്നിരിക്കാം, കണ്ണ് അടച്ചിരിക്കാം, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെറുതെ കുറച്ചു നേരം ഒരു ചിന്തയില്ലാതെ മൗനമായിട്ട് കണ്ണ് തുറന്നോ കണ്ണടച്ചോ ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. മൗനത്തെ നിങ്ങൾ ആസ്വദിക്കുക. ഞാൻ വീണ്ടും ആ വരി റിപ്പീറ്റ് ചെയ്യുന്നു. മൗനത്തെ നിങ്ങൾ അനുഭവിക്കണം, മൗനത്തെ നിങ്ങൾ ആസ്വദിക്കണം, നിങ്ങളുടെ ഉള്ളിലെ ആ മൗനത്തെ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറും. ഈ മൗനത്തിന് അപാര ശക്തിയാണ്. നിങ്ങളിങ്ങനെ മൗനത്തെ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം 24 മണിക്കൂർ ഉള്ളതിൽ
5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതുപോലെ മൗനത്തെ പ്രാക്ടീസ് ചെയ്താൽ ഈ മൗനത്തിന് അപാര ശക്തിയാണ്. ഈ മൗനത്തിലൂടെ നമ്മൾ പ്രപഞ്ചബോധവുമായി കണക്റ്റ് ആകും. നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ പഠിക്കും. നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയിക്കാൻ പറ്റും. ഒരു പ്രാർത്ഥന ചെയ്താലോ, ഒരു വഴിപാട് ചെയ്താലോ, ഒരു തൊഴിൽ ചെയ്താലോ ഒക്കെ അത് കൃത്യമായിട്ട് നമുക്കതിൽ നേടിയെടുക്കാനുള്ള ഒരു ആന്തരിക ശക്തി കൈവരും ഈ മൗനത്തെ അറിഞ്ഞാൽ. മൗനം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ മൗനം, അതിനെ നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി വരും. നിങ്ങൾക്ക് അപാരമായ മേധാശക്തി, ഇച്ഛാശക്തി ഉണ്ടായി വരും. നിങ്ങൾക്ക് ആ മൗനം കൊണ്ടുണ്ടാകുന്ന ശക്തി കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ വരെ കൺട്രോൾ ചെയ്യാൻ വരെ പവർ കൽപ്പുണ്ട്. ഞാനതാ പറഞ്ഞു, ആരും പറഞ്ഞു തരാത്ത കാര്യം പറഞ്ഞിരുന്നു. ഈ കളി വേറെയാണ്. ആ മൗനത്തെ ഞാൻ വിളിക്കും ശിവൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ വിളിക്കും പരമേശ്വരൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ഉള്ളിലെ മൗനത്തെ, എൻ്റെ ഉള്ളിലെ മൗനത്തെ ഞാൻ പരമേശ്വര എന്നാണ് വിളിക്കുന്നത്. ഈ മൗനത്തെ നിങ്ങൾ അനുഭവിക്കാൻ പഠിക്കണം. അതിലൂടെ ഗ്രഹദോഷങ്ങൾ, ഗ്രഹപ്പിഴകൾ ഇല്ലാതാകും. അതിനുള്ള ശക്തി മൗനത്തിനുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ മൗനത്തിൽ അത് നിങ്ങൾ അനുഭവിക്കണം, ആസ്വദിക്കണം. അതിൽ നിങ്ങൾ ബോധ മനസ്സുകൊണ്ട് അതിൽ ലയിക്കണം. നിങ്ങളുടെ ഉള്ളിലെ മൗനത്തിൽ അപാരമായ ഇച്ഛാശക്തി കിട്ടും. നിങ്ങൾക്ക് അപാരമായ ഈശ്വര്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് വരെ കിട്ടും. നിങ്ങൾക്കൊരു കാര്യം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ട കറക്റ്റ് ഇൻറ്റ്യൂഷൻ കിട്ടും. നിങ്ങൾക്ക് ഏതിലും വിജയിക്കാൻ പറ്റും. ഒരു ശത്രുദോഷവും നിങ്ങളുടെ നേരെ വരത്തില്ല, എടുത്ത് അടിക്കും നിങ്ങളുടെ നേരെ വരുന്നത്. ഗ്രഹപ്പിഴകളെ, ഗ്രഹദോഷങ്ങളെ ഒക്കെ മാറി നിൽക്കും. ഭയം ഇല്ലാതാകും. ഭയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കും എത്ര കഴിവുള്ള ആൾക്കും ഭയമുണ്ടെപ്പോയി. ഭയമില്ലാതാകും. കാരണം ഈ മൗനത്തിനെ അത് പറ്റത്തുള്ളൂ, ഈ ഭയത്തെ ഇല്ലാതാക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബോധ്യമായാൽ അതിനെ നിങ്ങൾ സ്വീകരിക്കുക, ഫോളോ ചെയ്യുക. അതാണ് അതിൻ്റെ ശരിയായ രീതി. അല്ലാതെ ഞാനെന്നല്ല, ആര് പറഞ്ഞ് കേട്ടാലും അത് ഉടനെ പടി സ്വീകരിക്കരുത്. നിങ്ങളത് പ്രാക്ടിക്കബിളായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്കത് ഫലം കിട്ടുന്നതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലെ തള്ളിക്കളയാം. എനിക്കത് ഫലം കിട്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. ഭയം ഇല്ലാതാകും. ഭയമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ഭയമില്ലാതാകുമ്പോൾ തന്നെ ജീവിതത്തിന് പുതിയൊരു തലമാണ്. പിന്നെ ഭയമില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആന്തരിക സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ അല്ലാതെ എത്ര സന്തോഷമുണ്ടെങ്കിലും ഉള്ളിൽ എപ്പോഴും ഒരു ഭയം കാണും. ഈ ഭയത്തിനോടുകൂടിയുള്ള സന്തോഷത്തിന് വലിയ സന്തോഷമൊന്നുമല്ല. അതായത് യോഗിമാരും മഹർഷീശ്വരന്മാർക്ക് അവർക്കൊന്നും ഭയമില്ല. ഭയമില്ലാതുള്ള ആന്തരിക സന്തോഷമാണ്. അത് ചിദാനന്ദമാണ്. ഭയമില്ല അതിൻ്റെ അകത്ത്. നമുക്കും ആ ആനന്ദം ഒരു 5 മിനിറ്റെങ്കിലും ദിവസം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ വൈകിട്ട് എപ്പം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. മൗനത്തിലിരിക്കുക, കണ്ണടച്ചിരിക്കുക, അല്ലെ കണ്ണ് തുറന്നിരിക്കുക. ആ സമയത്ത് വേറെ ഒന്നിലും മനസ്സ് ചിന്തിക്കരുത്. നിങ്ങളുടെ ഉള്ളിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ശബ്ദിക്കരുത്, ചിന്തിക്കരുത്. ചിന്തിച്ചാലും മൗനം പോയി. ഒന്നും ചിന്തിക്കണ്ട, വെറുതെ നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിച്ചിരിക്കുക, ഒരു ചിന്തയില്ലാതെ. അതോടൊപ്പം വേറൊരു ഗുണങ്ങളുണ്ടാകും. എന്താണെന്നറിയോ? കുറ്റം പറയാതിരിക്കുക. 5 മിനിറ്റ് കുറ്റം പറയാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു അപാരമായ ശക്തി കൈവരും. കുറ്റം പറയുകയോ കുറ്റം ചിന്തിക്കാതെ ഇരിക്കുകയാണ് നമ്മൾ 5 മിനിറ്റ്. ആരെയും കുറ്റം പറയുന്നില്ല, വായടച്ചിരിക്കുക. ആരെയും ഒന്നും മനസ്സൊരു ചിന്തയില്ലാതെ ഉള്ളിലെ മൗനത്തിലിരിക്കുക, ചിന്തിക്കുന്നുമില്ല കുറ്റം. ഈ 2 കാര്യം സംഭവിക്കാതിരിക്കുമ്പം നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും. കാരണം മുരുക ഭഗവാൻ അദ്ദേഹം ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. സൊല്ലരെ സുമ്മാതിരി എന്ന് വെച്ചാൽ കുറ്റങ്ങൾ പറയരുതെന്ന്. കുറ്റങ്ങൾ പറയാതിരിക്കുമ്പോഴും കുറ്റങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പോഴും മനസ്സിനൊരു കഴിവ്, ഒരാത്മീയമായ കഴിവ് കൈവരും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിനൊരു അപാര ബലം ഉണ്ടാവും. മനസ്സിനൊരു ഇച്ഛാശക്തി ഉണ്ടാവും. മനസ്സിലൊരു ഈശ്വരീയമായ ചില ഗുണങ്ങളുണ്ടായി വരും. ഒരു 5 മിനിറ്റെങ്കിലും ദിവസം ഇതുപോലെ ഒരു ചിന്തയില്ലാതെ മൗനത്തെ
ഒന്നും ചിന്തിക്കാതെ മൗനമായിട്ട് ഉള്ളിൽ ശ്രദ്ധിച്ചിരുന്നാൽ ആ സമയം നമ്മൾ നമ്മുടെ കുറ്റം പറയത്തില്ല, മനസ്സിൽ കുറ്റം ചിന്തിക്കത്തുമില്ല. അപ്പോൾ 5 മിനിറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി. അപാരമായ ഒരു കഴിവ് മനസ്സിന് കൈവരും. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾക്ക് തന്നെ ഒരു ആന്തരികമായ പവർ ഉണ്ടായി വരും. അല്ലാതെ ഈ ബഹളങ്ങളുടെ പോകുന്നതോ ബഹളങ്ങളുടെ ഇടയിൽ കിടന്ന് ചാടുന്നതോ ഒക്കെ മനസ്സിൻ്റെ പവർ പോവുക ചെയ്യുന്നു. ഇന്നത്തെ കുട്ടികളായിക്കോട്ടെ, അവരെല്ലാം ഈ ബഹളങ്ങളുടെ ഇടയിൽ കിടന്ന് ചാടാനാണ് ഇഷ്ടപ്പെടുന്നത്, മേലോട്ടും ഇങ്ങോട്ടും ചാടുക. അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം നോക്കാൻ ഒരു ചെറിയ കാരണം മതി, ഒന്നാൽ ചിലപ്പം ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും. മനസ്സിന് ബലമില്ല. മനസ്സിനെ മൗനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് മനസ്സിന് ബലമുള്ളത്. ബഹളത്തെക്കുള്ളോട്ട് പോകുമ്പോഴോ ചുമ്മാ എന്നെങ്കിലും ഒരു ശബ്ദം കിടന്ന് മേലോട്ടും ഇങ്ങോട്ടും ചാടുന്നതോ അല്ല, അത് മനസ്സിൻ്റെ ദൗർബല്യമാണ്. അങ്ങനെയുള്ളവർക്ക് മനസ്സിന് ബലം കാണത്തില്ല. എന്നെങ്കിലും ആരെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാലോ ജീവിതത്തിൽ ചെറിയൊരു പരാജയം ഉണ്ടായാലോ അവർ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. മൗനത്തോടെ അതൊക്കെ താല്പര്യമുള്ളവർ ചെയ്തോട്ട്, പക്ഷേ ഒരു 5 മിനിറ്റെങ്കിലും മൗനത്തെ കൈവരിക്കാൻ പഠിക്കണം. ഇന്നത്തെ ആളുകൾക്ക് ഇല്ലാത്തൊരു കുഴപ്പം അതാ, ബഹളങ്ങളുടെ പുറകെ പോവുക. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ബഹളമാണ്. ഒരു ചെറിയ കാര്യങ്ങൾ മതി. ഇന്നത്തെ കുട്ടികൾ എന്തോ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല, മനസ്സിന് ബലമില്ല. മൗനത്തെ സ്വീകരിക്കാൻ പഠിക്കണം. ആ മൗനത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ മൗനമാണ് പരമേശ്വരൻ, ആ മൗനമാണ് പ്രപഞ്ചബോധം, ആ മൗനമാണ് എല്ലാം. മൗനത്തിനാണ് ഏറ്റവും ശക്തി, അല്ലാതെ ചുമ്മാ ബഹളം വെക്കുന്നതിനല്ല. അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം വരുമ്പോൾ അവരെ ഉപകാരപ്പെടുത്തില്ല. പക്ഷെ മൗനമായിട്ടിരിക്കുന്നവർ പ്രവർത്തിക്കും, കറക്റ്റ് സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അവർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. അതാണ് അവരുടെ കഴിവ്. അവരധികം സംസാരിക്കത്തില്ല, പക്ഷെ അവർ ഒരു സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ചുമ്മാ പറയുന്നവരെ ഒരു കാര്യമായൊരു കാര്യം ചെയ്യേണ്ട സമയത്ത് അവരെ കൊണ്ട് ഗുണം കൊണ്ടാകത്തില്ല. അപ്പോൾ ബഹളങ്ങളല്ല, ഇനിയിപ്പം ഈ ബഹളങ്ങളെ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അത് ചെയ്തു, അതിൻ്റെയൊക്കെ പുറകെ പൊക്കോ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. പക്ഷേ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും മൗനത്തിൽ ഇരിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരബോധം ഉണർന്നു വരുന്നത്. നിങ്ങൾ പിന്നെ ചെയ്യുന്ന ഏത് പ്രാർത്ഥനയും ഫലം കാണും, ഏത് മന്ത്രം ചൊല്ലിയാലും ഫലമുണ്ടാകും, ഏത് തൊഴിൽ ചെയ്താലും രക്ഷപ്പെടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുണ്ടാകും. സ്വയം നിങ്ങളെ അറിയും. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആർക്കും ചെയ്യാം. മൗനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാം. മൗനം ഈശ്വരമാണ്, ഈശ്വരീയമാണ് മൗനം. മൗനം ഈശ്വരനാണ്. അവിടെ പരാതികളില്ല, പരിഭവങ്ങളില്ല, സന്തോഷമില്ല, സങ്കടമില്ല, അസൂയയില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, ആരോടും വെറുപ്പില്ല, സന്തോഷമില്ല, ഒന്നുമില്ല ഈ മൗനത്തിൽ. മൗനം ഇതൊന്നും ഇല്ലാത്ത ഒരു ബോധമാണ്. അത് ഈശ്വരീയമാണ്. അഹങ്കാരം, അഭിമാനം, ദേഷ്യം, സങ്കടം, വിഷമം ഇതെല്ലാം എൻ്റേതാണ്, അത് ഈശ്വരീയമല്ല. പക്ഷെ ഇതെല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധബോധം, അതായത് ആ മൗനം, അത് ഈശ്വരീയമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവമയം, എല്ലാം ശിവമയം. ഓം ശിവമയം, ഇതൊരു മന്ത്രമാണ്. ഓം ശിവമയം. ഓം ശിവഗുരു. ഓം ശിവായ നമ. ഓം ശിവായ നമ. ഓം ശിവായ നമ. ശിവലിംഗം ഹൃദയത്തിൽ ധ്യാനിച്ച് മനസ്സുകൊണ്ട് ജപിക്കാം, വാഗുകൊണ്ടും ജപിക്കാം. ഓം ശിവായ നമ. ദ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, സെനത്തായിട്ടുള്ള വിദ്യയാണ്. അതിനപ്പുറത്തൊരു കാര്യമില്ല. ശിവായ, ഓം ശിവായ നമ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവശിവ.